മൂത്ത മകനെ കൊന്നുവെന്ന് ഒരമ്മയുടെ മുഖത്ത് നോക്കി ഇളയ മകൻ ചോദിച്ചിരിക്കുന്നു. ഏതൊരമ്മ സഹിക്കും അരവിന്ദ് ഇത്തരം വാക്കുകൾ? ബ്രോയെ കാണാനില്ല നമ്മൾ വിഷമിക്കുമ്പോ അമ്മ അവിടെ കൂളായിട്ടിരിക്കണ കണ്ടപ്പോ ഞാൻ അത് തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ ക്യാരക്ടറാണ്. കൊടുങ്കാറ്റ് വന്നാലും കുലുങ്ങാതിരിക്കുന്ന ഭാവം. അത് ആനന്ദിനറിയാം. ആനന്ദ് അമ്മയെ പഠിച്ചിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിച്ചതൊഴിച്ചാൽ ഒരു വാക്കുകൊണ്ട് പോലും അമ്മയെ നോവിച്ചിട്ടില്ല. പക്ഷെ അരവിന്ദ് പല സമയത്തും വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും നോവിച്ചിട്ടുണ്ട്. അരവിന്ദ്, ഞാനും ഒരു അമ്മയാവേണ്ടവളാ. അരവിന്ദിന്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് വളർത്തേണ്ടവൾ. ഒരമ്മ എന്താണെന്ന് എനിക്കറിയാം. ഉരുകി ഉരുകി തീരുന്ന മെഴുകുതിരികളാണ് എല്ലാ അമ്മമാരും. നീ പറയുന്നതൊക്കെ ശരിയായിരിക്കാം. ശരിയായിരിക്കാം എന്നല്ല, ശരി തന്നെയാണ്. ഞാൻ അരവിന്ദിനെ കല്യാണം കഴിച്ചത് അരവിന്ദിനെ കണ്ടിട്ടല്ല, തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയെ കണ്ടിട്ട്. ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്ന അഖിലാണ്ടേശ്വരിയുടെ ആ മഹത്വമാണ് അവരുടെ മകനിലേക്ക് എന്നെ ആകർഷിക്കാനുണ്ടായ കാരണം. അങ്ങനെയുള്ള ഒരു അമ്മയുടെ മകളാകാനോ ഭാഗ്യം കിട്ടിയില്ല. മരുമകളെങ്കിലും ആകണമെന്ന് മനസ്സിലുറപ്പിച്ചു. എന്റെ ആ ആഗ്രഹത്തിന് ദൈവം കനിഞ്ഞരുളിയ അനുഗ്രഹമാണ് എന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ ആലിലെ താലി. നന്ദനെ, എന്റെ അമ്മയെ വിഷമിപ്പിക്കാനൊന്നല്ല ഞാൻ അങ്ങനെ ചോദിച്ചു. പക്ഷെ നീ എന്റെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. ഞാനാകെ തകർന്നു നിൽക്കുക. എന്റെ ബ്രോയോട് അത് ഞാൻ മനസ്സിലാക്കുന്നു അരവിന്ദ്. അതിന് പെറ്റമ്മ എന്ത് തെറ്റ് ചെയ്തു? മകനെ കാണാത്ത വേദനയിൽ അതിന്റെ ദുഃഖം ആരോടും പറയാൻ പറ്റാതെ, അല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞ താൻ ചെറുതായി പോകുന്നു കരുതി അവര് ഉരുകി തീരുകയല്ലേ? നൊന്ത് പെറ്റൊരമ്മ സ്വന്തം ജീവനായി വളർത്തിക്കൊണ്ടുവന്ന മകനെ കൊല്ലോ? അതിനെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാതെ വന്നപ്പോ ഞാൻ പൊട്ടിത്തെറിച്ചു പോയി. എന്നോട് ക്ഷമിക്കും. എന്താ അരവിന്ദ് ഇത്? എന്നോടല്ല അരവിന്ദ് ക്ഷമ ചോദിക്കേണ്ടത്, സ്വന്തം അമ്മയോടാ. ഞാൻ അരവിന്ദിന്റെ ഭാര്യയാ, അരവിന്ദിന്റെ ഹൃദയത്തിന്റെ ഉടമ. തെറ്റാണെന്ന് തോന്നിയ അത് പറയാനും ശരിയാണെന്ന് കണ്ട അത് അഭിനന്ദിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. കൂടെപ്പിറപ്പിനെ കാണാത്ത വേദനയിൽ ഈ ഉള്ളു കത്തുന്നത് ഞാൻ കാണുന്നുണ്ട്. നിങ്ങളെ രണ്ടുപേരെയും പ്രസവിച്ച ഒരമ്മ അഗ്നിവലയത്തിൽ കിടന്ന് കത്തുക. എന്നിട്ടും അവരെ പ്രതിക്കൂട്ടിലാക്കി സംസാരിച്ചപ്പോ എനിക്ക് സഹിച്ചില്ല. അതുകൊണ്ട് പറഞ്ഞു പോയത്. ഞാൻ എന്റെ അമ്മോട് മാപ്പ് പറഞ്ഞോളാം. അരവിന്ദന് ഏതായാലും കുറ്റബോധം ഉണ്ടായല്ലോ, അത് മതി. മാപ്പ് പറഞ്ഞില്ലെന്ന് വെച്ച് അഖിലാന്റി അതൊന്നും മനസ്സിൽ സൂക്ഷിക്കില്ല. കാരണം അഖിലാന്റി ഒരമ്മയാണ്, സർവം സഹായായ ഒരമ്മ. വാ അരവിന്ദ്.
അപ്പോ സംഗതി സത്യമാണല്ലേ? അതെ, ഹീസ് മിസ്സിംഗ്. എന്താ പ്രിയങ്ക, വിലാസിനെ അറിയിച്ചില്ലേ? അതൊക്കെ എപ്പോഴേ അറിയിച്ചു. എന്നാലും വിശ്വസിക്കാനാവുന്നില്ല എനിക്ക്. മടക്കയാത്രയ്ക്ക് വഴിമറന്നു പോകുന്നൊരു കുഞ്ഞാടല്ല ആനന്ദ്. മാത്രമല്ല, ആനന്ദിന് പരുന്തും കഴുകനും കുത്തിയെടുത്ത് പറക്കാനുള്ള പ്രായമല്ല. പിന്നെന്താ സംഭവിച്ചേ? ഓ, നല്ല ചൂട്, നാവ് പൊള്ളിയന്. പ്രിയങ്ക, അഭിമാനത്തിന് പൊള്ളലേറ്റ ചിലപ്പോ. ശ്രീയേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? അത് തന്നെ, ദുരഭിമാനം. രക്തബന്ധങ്ങൾക്കപ്പുറത്തേക്ക് നിമിഷ നേരം കൊണ്ട് കത്തിപ്പടർന്ന് സർവവും ചുട്ട് ചാമ്പലാക്കാൻ ശേഷിയുള്ള ദുരഭിമാനം. ആനന്ദിന്റെ കാണാതാകലിന് പിന്നിൽ സ്വന്തം അമ്മ തന്നെ ആയിരിക്കുന്നാണോ പറഞ്ഞു വരുന്നത്? അതെ. തലോടി വളർത്തിയ കൈകൾ കൊണ്ട് തന്നെ കഴുത്തിൽ മരണക്കുരുക്കിടുന്ന മായാലഹരി, ദുരഭിമാനം. തള്ളിക്കളയാനാവില്ല അതിന്. തൃച്ചംബരത്തിന്റെ പാരമ്പര്യത്തിനും അഭിമാനത്തിനും വേണ്ടി ഒരു ജന്മം സമർപ്പിച്ചതാ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി. അങ്ങനെയുള്ള അഖിലാണ്ടേശ്വരിക്ക് താൻ ഇന്നലെ വരെ ഒരു ഭൂതത്തെ പോലെ കാത്ത തൃച്ചംബരത്തിന്റെ അഭിമാനം ചീട്ടുകൊട്ടാരം പോലെ കൺമുമ്പിൽ തകർന്നടിയുന്നത് കാണുമ്പോ ഒരു നിമിഷം നിയന്ത്രണം കയ്യിൽ നിന്ന് പോയെന്ന് വരും. ശ്രീയേട്ടൻ പറഞ്ഞതുപോലെ സ്വന്തം രക്തമെന്നോ മകനെന്നോ ഓർക്കാതെ കൊന്നൊടുക്കിയിട്ടുണ്ടാവും അഖിലാണ്ടേശ്വരി. അങ്ങനെ സംഭവിച്ച ശേഷിച്ച ജന്മം മകനെ കൊന്ന കുറ്റബോധത്തിൽ സ്വയം എരിഞ്ഞ് അവസാനിക്കും. ശത്രു കൺമുന്നിൽ ഇഞ്ചിഞ്ചായി ചാവുന്നത് കാണാനൊരു ത്രില്ലുണ്ട്. പ്രിയങ്ക, സൂക്ഷിക്കണം. ആനന്ദിന്റെ മരണം ആരുടെ കൈകൊണ്ടാണെങ്കിലും ആദ്യം പോലീസ് തെരഞ്ഞു വരുന്നത് നിന്റെ അടുത്തേക്കായിരിക്കും. ഗംഗയോട് ഒന്ന് സൂക്ഷിക്കാൻ പറഞ്ഞേക്ക്. ഞാൻ ആട്ടിൻ തോലിട്ട ചെന്നായതുകൊണ്ട് പെട്ടെന്ന് സംശയിക്കില്ല. എന്താ അഖില ഇത്? മുഖത്താകെ കരി പടർന്നല്ലോ. സൗന്ദര്യത്തിൽ അത്യധികം ശ്രദ്ധിക്കുന്ന ഒരാളല്ലേ നീ? ഇപ്പൊ എന്താ നിനക്ക് പറ്റിയേ? ഇതിപ്പോ ഒരുമാതിരി സർക്കസിലെ കോമാളിയെ പോലെ. നീ സ്വയം കോമാളി ആയതോ അതോ കാലം നിനക്ക് ചാർത്തി തന്നതോ ഈ കോമാളി വേഷം? സർവ്വതും മാറ്റിവെച്ച് നിധി കാക്കാനിരിക്കുന്ന ഭൂതം. ആരൊക്കെയോ കാത്തുവച്ച നിധി കുംഭത്തിന്റെ മൂടി ഒന്ന് തുറന്നു നോക്കിയപ്പോ അകത്തൊന്നുമില്ല. കാലങ്ങളോളം കഷ്ടപ്പെട്ട് താൻ കാത്തുവച്ചത് ഒരു ശൂന്യമായ കുംഭമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴുള്ള ഭൂതത്തിന്റെ അവസ്ഥ. അതല്ലേ ഇപ്പൊ നിന്റെ അവസ്ഥ? എന്താ എന്താ അഖില, മിണ്ടാട്ടം മുട്ടിപ്പോയോ? വലിയ വാഗ്മിയല്ലേ നീ? എനിക്കെതിരെ വാദിച്ചു ജയിക്കാൻ ശക്തിയുള്ളവൾ. എന്താ ഒന്നും പറയുന്നില്ലേ? തോറ്റവന് മൗനം അലങ്കാരം. അത് നിനക്ക് അറിയാല്ലേ? കുടുംബത്തിന്റെ പാരമ്പര്യത്തിനും സൽപ്പേരിനും വേണ്ടി നിലപാടെടുത്തത് തോൽവിയാണെന്ന് ഈ നിമിഷം വരെ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് തോന്നിയിട്ടില്ല. കൊള്ളാം. നീ കാത്തു സൂക്ഷിച്ചു വന്ന തൃച്ചംബരത്തിന്റെ പാരമ്പര്യം ഒരു പോറൽ പോലും ഏൽക്കാതെ അടുത്ത തലമുറയിലേക്ക് സൂക്ഷിക്കേണ്ട അവനെവിടെ? ഞാനുള്ളിടത്തോളം കാലം തറവാടിന്റെ പ്രൗഢിയും പാരമ്പര്യവും ഒരു തരി പോലും നഷ്ടപ്പെടുത്താതിരിക്കും. അതാണ് അഖിലാണ്ടേശ്വരിയുടെ വാക്ക്. ചോദിച്ചതിന് ഉത്തരം അതല്ലല്ലോ അഖില. ഉത്തരം തൃപ്തികരമല്ലെങ്കിൽ ചോദ്യം മാറ്റുകയല്ലാതെ പിന്നെ എന്താണ് നിവൃത്തി?
അപ്പൊ ഞാൻ ചോദ്യം മാറ്റുകയാണ്. 9 മാസവും 9 ദിവസവും പ്രതീക്ഷയോടെ നീ ഉദരത്തിൽ ചുമന്ന കടിഞ്ഞൂൽ പ്രസവത്തിലെ കനി എവിടെ? അതിന് പകരം വെക്കാൻ പ്രൗഢിയും പാരമ്പര്യത്തിന്റെ പൊന്നാടകളും എടുത്തണിയാൻ പറ്റൂ. എന്താ അഖില, നിന്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടോ? അതോ നിധിയില്ലാത്ത കുംഭം കാത്തു സൂക്ഷിക്കുന്ന ആ ഭൂതത്തിന്റെ അവസ്ഥയാണോ നിനക്കും? സ്റ്റോപ്പ് ഇറ്റ്. ഏയ്, ആ മുഖത്തെ കരിയൊക്കെ ഒന്ന് തുടക്കി, അല്ലെങ്കിൽ ആ കരി എന്നിലും പടരും. ഞാൻ നിന്റെ മനസാക്ഷിയാണ്. ഒന്ന് ഞാൻ പറയാം, ഏതോ അജ്ഞതയുടെ താഴ്വരകളിൽ അലയുന്ന നിന്റെ മകന്റെ അമ്മയെന്നുള്ള വിളിക്ക് നീ കാതോർക്ക്. ചേച്ചി, ഇങ്ങനെ വിഷമിക്കാതെ ചേച്ചി, വല്ലു ഇങ്ങ് വരും. വല്ലു ഇങ്ങനെ ഒരു ആപത്തും വരില്ല. ചേച്ചിയുടെ വിളപ്പുറത്തമ്മ ചേച്ചിയുടെ വല്ലുവിനെ കാത്തോളും. എത്ര ആലോചിച്ചിട്ടും എനിക്കൊരു ഉത്തരം കിട്ടുന്നില്ല നീങ്കുട്ട. വല്ലുവിന് എന്തിനാ നമ്മളോട് ഇങ്ങനെ ചെയ്തത്? എത്ര തിരക്കുണ്ടായാലും ഒരു ദിവസം ഒരു നേരമെങ്കിലും ഒന്ന് വിളിച്ചൂടെ? വിളിക്കും, വിളിക്കാതിരിക്കില്ല. പക്ഷെ ഇതിപ്പോ വല്യുവിനെന്തോ ആപത്ത് വന്നതുപോലെ. അങ്ങനെയെങ്കിൽ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്? വല്ല വിഷവും വാങ്ങിക്കഴിച്ച് അങ്ങ് ചത്താലോ? ചേച്ചി, ചേച്ചി, സാർ അനിയനും ചേച്ചിയും കൂടി എല്ലാം അവസാനിപ്പിക്കാൻ പോവാണ്. സർ, സാറല്ല, അച്ഛൻ. ഈ സമയത്ത് ആശ്വാസവാക്കുകൾക്ക് അർത്ഥമുണ്ടാവില്ല എന്നറിയാം. എന്നാലും എന്റെ ഭർത്താവിനെ കാണാനില്ല എന്ന് പറഞ്ഞ് നീ തൃച്ചംബരത്തേക്ക് ഓടിയെത്തിയപ്പോ നിന്നെ അവന്റെ അമ്മ ആട്ടിയിറക്കി വിട്ടു. നീ മരുമകളല്ല എന്നും പറഞ്ഞു. അതുകൊണ്ടെല്ലാം അവസാനിപ്പിക്കാൻ കഴിയൂ? അല്ലെങ്കിൽ അവസാനിക്കുമോ? ഇല്ല. ആനന്ദിന് അമ്മ മാത്രമല്ല, അച്ഛൻ കൂടെയുണ്ട്. എന്റെ മകൻ താലികെട്ടിയ പെണ്ണാണ് കല്യാണി. അത് മറ്റുള്ളവരിൽ നിന്ന് ഒളിപ്പിക്കേണ്ടി വന്നു. പക്ഷേ എന്റെ സമ്മതത്തോടെയും എന്റെ ആശീർവാദത്തോടെയാണ് എന്റെ മകനത് ചെയ്തത്. അപ്പോ നീ എന്റെ മരുമകൾ തന്നെയാണ്. ആരൊക്കെ എതിർത്താലും ഞാൻ നിഷേധിക്കാതെടുത്തോളം കാലം നീ തൃച്ചംബരത്തെ ശിവരാമകൃഷ്ണന്റെ മൂത്ത മരുമകൾ തന്നെയാണ്. നീ നിന്റെ ഭർത്താവിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ എന്റെ മകനെ ഞാനും സ്നേഹിക്കുന്നുണ്ട്. മാത്രമല്ല, അവൻ ഈ ശിവരാമകൃഷ്ണന്റെ സ്നേഹ ദൗർബല്യമാണ്. അവനെ നിങ്ങളെക്കാളേറെ എനിക്കേ അറിയാവൂ. കുട്ടിക്കാലത്ത് പോലും ഒരു കളിപ്പട്ടത്തിന് വേണ്ടി വാശി പിടിച്ച് കരഞ്ഞിട്ടില്ല അവൻ. കോടികളുടെ നഷ്ടം വരുമ്പോഴും ബിസിനസ്സിൽ കോടികളുടെ ലാഭം വരുമ്പോഴും ആ മനസ്സ് അധികമായി സന്തോഷിക്കാറോ സങ്കടപ്പെടാറോ ഇല്ല. ആഗ്രഹിച്ചതൊക്കെ ആയാസം കൂടാതെ നേടിയെടുത്തവനാണ് അവൻ.
നിന്നെ സ്വന്തമാക്കുന്ന കാര്യത്തിലും അതെ. തൃച്ചംബരത്തിൽ നിന്ന് ആരും അവനെ പുറത്താക്കിയതല്ല, അവൻ സ്വയം ഇറങ്ങിപ്പോയതാ. അവനാകെയുള്ളൊരു ദുഃഖം അവന്റെ അമ്മയായിട്ടുള്ള അഭിപ്രായ തർക്കം മാത്രമാണ്. അതിന്റെ പേരിൽ അവൻ അവിവേകമൊന്നും ചെയ്യില്ല. അവിവേകം ചെയ്യില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ കാരണം എന്റെ മകനെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ തറപ്പിച്ചു പറയുന്നു, എന്റെ മകൻ തിരിച്ചു വരും. കാണാതായിരിക്കുന്നത് ഒരു സാധാരണക്കാരനെയല്ല, ലോകമറിയുന്ന ഒരു ബിസിനസ്സുകാരനെ. അവൻ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനായതുകൊണ്ട് ഇരുട്ടിന്റെ ശക്തികൾക്കൊന്നും അവനെ തകർക്കാൻ കഴിയില്ല. എന്തിന്, ഒന്ന് തൊടാനോ അരികിലേക്ക് എത്താനോ പോലും കഴിയില്ല. നോക്ക്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരു വെളിപ്പാടകലെ ഞാനുണ്ട്. ഒരു അമ്മായി അച്ഛനായിട്ടല്ല, അച്ഛനായിട്ട്, അച്ഛന്റെ കരുതലോടെ. എന്താ, എന്റെ വാക്കുകൾ വിശ്വാസമായില്ലേ നിനക്ക്? എന്നാൽ ഇനി ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും വേണ്ട. രണ്ടുപേര് സ്വസ്ഥമായിട്ട് ഉറങ്ങും. അല്ല, നിങ്ങൾ എന്തെങ്കിലും കഴിച്ചായിരുന്നു? ശരി. നന്ദന, മോളി രാത്രിയിൽ എവിടേക്കാ? ഔട്ട് ഹൗസിലേക്ക് അങ്കിൾ. അവിടെ കല്യാണിയും അനിയൻകുട്ടനും മാത്രമല്ലേ ഉള്ളൂ. കല്യാണിയാണെങ്കിൽ ആകെ തകർന്നൊരവസ്ഥയില്ല. ഞാൻ ഇന്ന് രാത്രി അവർക്ക് കൂട്ടിരിക്കാന്ന് വിചാരിച്ചു. ഇതിനാണ് മോളെ തറവാടിത്തം എന്ന് പറയുന്നത്. നീ ഇത് പറഞ്ഞപ്പോ അഭിമാനം കൊണ്ട് എന്റെ മനസ്സ് നിറഞ്ഞു. കൂടെ ജനിച്ചതുകൊണ്ട് മാത്രം കൂടപ്പുറപ്പാവുന്നില്ല. കൂടെ കൂടിയതുകൊണ്ട് കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആവുന്നുമില്ല. വീഴ്ചകളും തകർച്ചകളും വരുമ്പോൾ താങ്ങായും തണലായും കൂടെ നിന്ന് ധൈര്യമായിരിക്കെ ഞാൻ നിന്നോടൊപ്പം ഇല്ലേ എന്ന് ചോദിക്കുന്നവരാണ് യഥാർത്ഥ കൂട്ടുകാർ. ആ തിരിച്ചറിവാണ് ബന്ധം. അങ്കിൾ ഈ സമയത്ത് ഔട്ട് ഹൗസിലേക്കൊന്ന് പോയതാ. അത് നന്നായി അങ്കിൾ. ആരും ഇല്ലാന്നൊരു തോന്നല് കല്യാണിക്ക് മാറിയിട്ടുണ്ടാവും. ആകെ തകർന്നിരിക്കുക അങ്കിളെ കല്യാണി. ദാസേട്ടൻ പോലും ആ മനസ്സൊന്ന് കാണാൻ ശ്രമിച്ചിട്ടില്ല. ആനന്ദാണെങ്കിൽ ഇപ്പൊ ഒരു വാക്ക് പോലും പറയാതെ. അറിയാം നന്ദന, ഭൂമിയോളം സഹിക്കുക പാവം. ആനന്ദ് കല്യാണിയോട് പറയാതെ എങ്ങോട്ടും പോകാൻ വഴിയില്ല. ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടുമില്ല. അത് ഓർക്കുമ്പോ ഭയം തോന്നും അങ്കിളെ. അങ്ങനെയൊന്നും സംഭവിക്കില്ല. അവനും കൂടെ ഈ അച്ഛനെ തോൽപ്പിക്കാൻ ശ്രമിക്കുമോ? ഇല്ല നന്ദന. സോറി അങ്കിളെ, ഞാൻ അങ്കിളിനെ സങ്കടപ്പെടുത്തിയോ? എന്നാ ഞാൻ കല്യാണിയുടെ അടുത്തേക്ക് പോട്ടെ. നാളെ രാവിലെ വരൂ. അഖിലാന്റി ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. നന്ദന ഒന്നിക്ക്. എന്താ അങ്കിൾ? സാധാരണ പെൺമക്കൾക്കാണ് അച്ഛനോട് സ്നേഹം കൂടുതലുണ്ടാവുക. തിരിച്ചു വന്നേ, അവളുടെ ലോകമാകും പിന്നീട് അച്ഛന്റെയും ലോകം. അഖിലയോട് പറഞ്ഞില്ലെങ്കിലും അങ്ങനെ ഒരു മകളെ കിട്ടാത്തതിന്റെ സങ്കടത്തിലായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ ആ സങ്കടം മാറി. കഴിഞ്ഞ ജന്മത്തിലെ എന്റെ മകളായിരിക്കാം ഇപ്പോൾ എന്റെ മരുമകളായി ഇങ്ങനെ മുമ്പിൽ നിൽക്കുന്നത്. എനിക്ക് വെറുമൊരു മകളെയല്ല കിട്ടിയത്,
അമ്പലത്തുളസി പോലുള്ള ഒരു മകളെയാ. ഞാൻ കരുതുന്നത് നീ അച്ഛന്റെ ജന്മപുണ്യമാണെന്നാണ്. മോളെ,